കഥയുടെ തുടക്കത്തിൽ തന്നെ ജെൻസൺ എയിംസ് എന്ന വളരെ ശക്തനായ നമ്മുടെ കഥാനായകനെ ജയിലിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതുതായി ജയിലിലെത്തിയ ജെൻസനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അൾറിച്ച് എന്ന ഈ ജയിൽ ഓഫീസർ തീരുമാനിച്ചു. അതിനായി ആദ്യം തന്നെ ജെൻസനെ നഗ്നനാക്കിക്കൊണ്ട് വളരെ ക്രൂരമായിട്ട് അവര് മർദ്ദിക്കുകയാണ്. എന്നാൽ ജെൻസന്റെ മുഖത്ത് ഒരിറ്റു ഭയം പോലുമില്ല. അപ്പോൾ അൾറിച്ച് എന്ന ഓഫീസറിന് നല്ല ദേഷ്യം വന്നു. ജെൻസനെ വേദനിപ്പിക്കണം, അവനെ കരയിപ്പിക്കണം, അത് മാത്രമാണ് അൾറിച്ചിന്റെ ഉദ്ദേശം. അതിനായി ഓഫീസേഴ്സ് ജെൻസനെ സ്ത്രീകളെയും കുട്ടികളെയും, എന്തിന് പുരുഷന്മാരെ പോലും ക്രൂരമായി പീഡിപ്പിക്കുന്ന കുറ്റവാളികൾ കിടക്കുന്ന സെല്ലിലാണ് പൂട്ടാനായിട്ട് പോകുന്നത്. ജെൻസനെ ആ സെല്ലിൽ അടച്ചു പൂട്ടിയതിനു ശേഷം അൾറിച്ച് ജെൻസനെ നോക്കി, നീ തീർന്നടാ മോനെ, നിന്റെ കഥ ഇതോടെ അവസാനിച്ചു എന്ന ഭാവത്തിൽ ചിരിച്ചിട്ട് പോകുന്നതായി കാണാം. അപ്പോൾ ആ സെല്ലിലെ കുറ്റവാളികൾ ജെൻസനെ നോക്കി ചുംബിക്കുന്ന ആംഗ്യമൊക്കെ കാണിക്കുകയാണ്. അതായത് അവന്മാരെല്ലാവരും ഒരുമിച്ച് ജെൻസനെ പീഡിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഓഫീസേഴ്സ് നടന്നു പോകുമ്പോൾ ജെൻസനെ അടച്ച സെല്ലിൽ നിന്ന് അടിയോടടിയുടെ ശബ്ദം കേൾക്കുകയാണ്. ജെൻസന്റെ കഥ അവസാനിച്ചു എന്ന സന്തോഷത്തോടെ അൾറിച്ച് ഈ സെല്ലിൽ നോക്കാനായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ജെൻസൺ അവിടെ കൂളായിട്ട് നിൽക്കുന്നതും അതേപോലെ അവനെ പീഡിപ്പിക്കാനായി വന്നവന്മാരെല്ലാവരും അവിടെ പുഴുങ്ങിയ മധുരക്കിഴങ്ങ് പോലെ താഴെ കിടക്കുന്നതുമാണ്. അൾറിച്ചിന്റെ മുഖത്ത് നോക്കി ജെൻസൺ മാസായിട്ട് ഒരു ഡയലോഗും അടിച്ചു, അവന്മാര് സ്ലിപ്പായി വീണുപോയതാണ് സാറേ എന്ന്. സോ നമ്മുടെ ഹീറോ എന്തിനാണ് ജയിലിലായത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അത് കേട്ടാൽ നിങ്ങൾ എന്തായാലും ഷോക്കായി പോകും. സ്വന്തം ഭാര്യയെ കത്തികൊണ്ട് കുത്തിക്കൊന്ന കുറ്റത്തിനാണ് ജെൻസൺ ജയിലിലായത്. സ്വന്തം ഭാര്യയെ കുത്തിക്കൊന്നവൻ എങ്ങനെയാണ് ഒരു കഥയിലെ ഹീറോ ആയി മാറുന്നത്? അത് അറിയണമെങ്കിൽ ജെൻസന്റെ ഫ്ലാഷ് ബാക്ക് നമ്മൾ അറിയണം. ജെൻസൺ എയിംസ് ആക്ച്വലി ഒരു കാർ റേസർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജെൻസന്റെ ശമ്പളം കിട്ടുന്ന ദിവസമാണ്. ശമ്പളം കൈപ്പറ്റാൻ വേണ്ടി ഒരുപാട് സമയമാണ് ജെൻസൺ ക്യൂയിൽ നിന്നത്. എന്നാൽ എംപ്ലോയർ ജെൻസന് നൽകിയത് വെറും $300 മാത്രമാണ്. മാഡം, ഞാൻ ഈ ആഴ്ച 60 മണിക്കൂറിലധികമാണ് ജോലി ചെയ്തത്, എന്നിട്ട് വെറും $300 മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടെ, ഇവിടെ ജോലി ചെയ്യാൻ വേറെയും ആൾക്കാരുണ്ട് എന്നായിരുന്നു എംപ്ലോയറിന്റെ മറുപടി. തനിക്ക് കിട്ടിയ $300 ശമ്പളവുമായി ജെൻസൺ ആ ദിവസം രാത്രി വീട്ടിലെത്തുകയാണ്. സൂസി എന്ന ഈ സ്ത്രീയാണ് ജെൻസന്റെ ഭാര്യ. സൂസിക്കും ജെൻസണും പൈപ്പർ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ജനിച്ചിട്ടുമുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ കഴിയുന്ന കുടുംബമാണ് ജെൻസന്റേത്. ജെൻസൺ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ സൂസിയോട് പറയാണ്, എനിക്ക് ആകെ കിട്ടിയത് $300 ശമ്പളം മാത്രമാണ്. ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്ന് എനിക്കറിയത്തില്ല. സൂസി, ആക്ച്വലി നീ എന്നേക്കാൾ നല്ലൊരാളെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സന്തോഷമായ കുടുംബജീവിതം ഒരിക്കലും ഡിസേർവ് ചെയ്യുന്ന ആളല്ല എന്നൊക്കെ സൂസിയോട് ജെൻസൺ പറഞ്ഞപ്പോൾ സൂസി സ്നേഹത്തോടെ ജെൻസനോട് പറയാണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ആർഭാടത്തോടെ വലിയ കോടീശ്വരന്റെ ഭാര്യയായി ജീവിക്കണം എന്ന സ്വപ്നം കണ്ടൊന്നുമല്ല. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കണം. നിന്റെ സ്നേഹം, അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. സൂസിയുടെ ഈ മറുപടി കേട്ടപ്പോൾ ജെൻസൺ ഒരുപാട് സന്തോഷമായി. ശേഷം സൂസി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ജെൻസൺ തന്റെ മോളെ സന്തോഷത്തോടെ കളിപ്പിക്കുകയാണ്. അതിനുശേഷം ജെൻസൺ കുളിക്കാനായി ചെന്നു. അപ്പോൾ ഈ സമയം കിച്ചണിൽ മാസ്ക് ഒക്കെ ധരിച്ച ഒരാള് സൂസിയുടെ അടുത്ത് എത്തിയതായി കാണാം. ജെൻസൺ കുളിച്ച് ഫ്രഷായി കിച്ചണിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് സൂസി കത്തികൊണ്ട് കുത്തേറ്റ് കിടക്കുന്നതാണ്. സൂസി, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ച് ജെൻസൺ ഓടി ചെന്നപ്പോൾ ആ മാസ്ക് ധരിച്ചവൻ ജെൻസന്റെ മുഖത്ത് ഒരു സ്പ്രേ അടിച്ച് ജെൻസന്റെ ബോധം കെടുത്തുകയാണ്. ജെൻസനെ നോക്കി ഷൂട്ട് ചെയ്യുന്നത് പോലെയുള്ള ആംഗ്യം കാണിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ജെൻസന്റെ ബോധം വന്നപ്പോൾ ജെൻസന്റെ കയ്യിൽ സൂസിയുടെ രക്തം പുരണ്ട കത്തി കാണാം. അതേപോലെ ജെൻസനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പോലീസ് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്വന്തം ഭാര്യയെ കുത്തിക്കൊന്നു എന്ന വ്യാജ കേസിൽ ജെൻസൺ ജയിലിലായത്. ജയിലിൽ കിടക്കുന്ന ജെൻസന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം തന്റെ ഭാര്യയെ ആര് എന്തിനു വേണ്ടി കൊന്നു എന്നൊക്കെ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ്. സോ ഇനി നമ്മൾ പറയാനായി പോകുന്നത് ജെൻസൺ കിടക്കുന്ന ജയിലിനെ കുറിച്ചാണ്. ടെർമിനൽ ഐലൻഡ് എന്ന ഈ ജയിൽ ആക്ച്വലി ഒരു സാധാരണ ഗവൺമെന്റ് ജയിലല്ല. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള വളരെയധികം ക്രൂരമായ ഒരു ജയിലാണ്. ഈ ജയിലിൽ എല്ലാ വർഷവും ഡെത്ത് റേസ് എന്ന കാർ റേസിംഗ് മത്സരം നടക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ സാധാരണ കാണുന്നത് പോലെയുള്ള കാർ റേസിംഗ് അല്ല അത്. ടെർമിനൽ ഐലൻഡ് ജയിലിൽ കിടക്കുന്ന അത്രത്തോളം മികച്ച ഡ്രൈവേഴ്സ് മാത്രമാണ് ഈ റേസിൽ പങ്കെടുക്കുന്നത്. റേസിൽ അവർക്ക് അവരുടെ കാറിൽ പലതരം മോഡിഫിക്കേഷൻസ് വരുത്താം. അതേപോലെ റേസ് നടക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കാർസിൽ പലതരം മാരകമായ വെപ്പൺസും ലഭിക്കുന്നതാണ്. അത് വെച്ച് ഷൂട്ട് ചെയ്ത് എതിരാളികളെ കൊല്ലണം. അങ്ങനെ ഒരു മരണ കാർ റേസിംഗ് മത്സരമാണ്
ടെർമിനൽ ഐലൻഡ് ജയിലിൽ എല്ലാ വർഷവും നടക്കുന്ന ഡെത്ത് റേസ് സബ്സ്ക്രിപ്ഷൻ രീതിയിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടാണ് ടെർമിനൽ ഐലൻഡ് ജയിൽ ഡെത്ത് റേസിലൂടെ കാശ് സമ്പാദിക്കുന്നത്. ഈ മരണ റേസ് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാരാണ് വലിയ തുക നൽകി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. ഇത്രത്തോളം ക്രൂരന്മാരായിട്ടുള്ള കുറ്റവാളികൾ കിടക്കുന്ന ഈ ജയിൽ നടത്തുന്നത് ശക്തനായ ഒരു പുരുഷനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ക്ലെയർ ഹെന്നസി എന്ന ഈ സ്ത്രീയാണ് ടെർമിനൽ ഐലൻഡ് ജയിലിലെ വാർഡൻ. പുള്ളിക്കാരിയുടെ പുഞ്ചിരിയൊക്കെ കണ്ട് എന്തൊരു സാധു സ്ത്രീ എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ക്ലെയർ ഹെന്നസിയുടെ കയ്യിലിരിപ്പ് അത്ര ചെറുതൊന്നുമല്ല. അതൊക്കെ നമ്മൾക്ക് വയ്യെ കണ്ടു തന്നെ മനസ്സിലാക്കാം. എനിവേസ് ഒരു ദിവസം നമ്മുടെ ജെൻസൺ ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിൽ ചെന്നതാണ്. ജെൻസൺ അനങ്ങാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ജയിലിൽ തന്നെ കിടക്കുന്ന കുറച്ച് റഷ്യൻ ഗാങ്സ്റ്റേഴ്സും ജെൻസന്റെ ടേബിളിൽ വന്ന് ഇരിക്കുകയാണ്. അതിലെ ഒരുത്തനാണെങ്കിലും ജെൻസന്റെ ഭക്ഷണത്തിൽ തുപ്പുകയും ചെയ്തു. ഈ റഷ്യൻ ഗാങ്ങിന്റെ നേതാവാണ് പച്ചെങ്കോ. പച്ചെങ്കോ ജെൻസനോട് ചോദിക്കാണ്, അപ്പോൾ നീയാണല്ലേ സ്വന്തം ഭാര്യയെ കത്തികൊണ്ട് കുത്തിക്കൊന്നവൻ? നിനക്കൊരു മോള് കൂടി ഉണ്ടെന്നാണല്ലോ കേട്ടത്. എന്തിന് നീ ഭാര്യയെ മാത്രം കൊന്നു? നിന്റെ മോളെ കൂടി കൊന്നുകൂടേന എന്ന് പച്ചെങ്കോ ചോദിച്ചതേ അവന് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ജെൻസൺ ചാടി എഴുന്നേറ്റ് പച്ചെങ്കോ എന്ന റഷ്യൻ ഗാങ്സ്റ്ററിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ജയിൽ ഓഫീസേഴ്സ് അവിടെ ഓടിയെത്തി പച്ചെങ്കോനെയും ജെൻസനെയും പിടിച്ചു വെക്കുകയാണ്. നിലത്ത് ചോര തുപ്പിക്കിടക്കുന്ന പച്ചെങ്കോ ജെൻസനെ ദേഷ്യത്തോടെ നോക്കുന്നതായി കാണാം. അൾറിച്ച് എന്ന ജയിൽ ഓഫീസർ ജയിലിൽ നിന്ന് തല്ലുണ്ടാക്കിയ ജെൻസനെ ഇപ്പോൾ വാർഡന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ക്ലെയർ ഹെന്നസി ഇവിടെ ജെൻസന്റെ പഴയ റെക്കോർഡ്സ് അഥവാ അവന്റെ പഴയ കാല ചരിത്രം പരിശോധിക്കുകയാണ്. അതിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ജെൻസണ് തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമായിട്ടുണ്ട് എന്നും വ്യക്തമാണ്. ഹെന്നസി ജെൻസനോട് പറയാണ്, ഞാൻ നിന്റെ പഴയ റേസിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഡ്രൈവർ ആയിരുന്നു നീ. നീ ഈ ഒരു നരകത്തിൽ കിടന്ന ജീവിതം കളയേണ്ടവനല്ല. നിനക്ക് ഞാൻ ഒരു ഓഫർ നൽകാം. ഈ ഓഫർ നീ ഏറ്റെടുത്താൽ നിനക്ക് ഗുണം മാത്രമേ ഉള്ളൂ. എന്താണ് ഹെന്നസിയുടെ ഓഫർ എന്ന് ജെൻസൺ ചോദിക്കുകയാണ്. അപ്പോൾ ഹെന്നസി പറയാണ്, നമ്മുടെ ഈ ജയിലിൽ നടക്കുന്ന ഡെത്ത് റേസിനെ കുറിച്ച് നീ എന്തായാലും കേട്ട് കാണും. ഡെത്ത് റേസിലെ ഏറ്റവും മികച്ച ഒരു ഡ്രൈവറാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഒരുപാട് ഡെത്ത് റേസിൽ പങ്കെടുത്ത ഫ്രാങ്കിന്റെ മുഖം ഒരുപാട് ക്രാഷ് കാരണം വികൃതമായി മാറിയിട്ടുണ്ട്. ഫ്രാങ്കിന്റെ മുഖത്തിന്റെ രൂപം പോയത് കാരണം ഫ്രാങ്ക് ഒരു മാസ്ക് ധരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് ഫ്രാങ്കിന്റെ യഥാർത്ഥ മുഖം അറിയത്തില്ല. എന്നാൽ കഴിഞ്ഞ റേസിൽ ഫ്രാങ്ക് മരണപ്പെട്ടു. പക്ഷെ ആ കാര്യം പുറം ലോകം അറിയത്തില്ല. ഫ്രാങ്കിന് ഒരുപാട് ഫാൻസ് ആണുള്ളത്. ഫ്രാങ്ക് മരണപ്പെട്ടത് പുറം ലോകം അറിഞ്ഞാൽ അത് ഡെത്ത് റേസിന്റെ വ്യൂവർഷിപ്പ് കുറയാൻ കാരണമാകും. അതുകൊണ്ട് നീ ഫ്രാങ്കിന്റെ മാസ്ക് ധരിക്കണം. നീ ഫ്രാങ്കായി മാറണം എന്നാണ് ഹെന്നസി ജെൻസനോട് പറഞ്ഞത്. എന്നാൽ ഹെന്നസിയുടെ മുഖത്ത് നോക്കി തന്നെ ജെൻസൺ ഈ ഓഫർ നിഷേധിച്ചു. അപ്പോൾ ഹെന്നസി പറയാണ്, ഫ്രാങ്ക് ഓൾറെഡി 4 റേസ് വിജയിച്ചു. ഡെത്ത് റേസിന്റെ നിയമപ്രകാരം ഒരു ഡ്രൈവർ 5 റേസ് വിജയിച്ചാൽ ആ ഡ്രൈവറിന് ജയിൽ മോചിതനാകാം. എന്നാൽ 5ാമത്തെ വിജയത്തിന് വേണ്ടി റേസ് ചെയ്യുമ്പോഴാണ് ഫ്രാങ്ക് മരണപ്പെട്ടത്. അതായത് ഈ വരാൻ പോകുന്ന റേസിൽ ഫ്രാങ്കിന്റെ മാസ്ക് ധരിച്ച് ജെൻസൺ റേസ് ചെയ്ത് വിജയിച്ചാൽ ജെൻസണ് ജയിൽ മോചിതനാകാം എന്ന് ഹെന്നസി പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഓഫർ ഹെന്നസി ജെൻസൺ നൽകിയപ്പോൾ ജെൻസൺ ഫ്രാങ്കായി മാറാൻ തീരുമാനിച്ചു. അതായത് ഫ്രാങ്കിന്റെ മാസ്ക് ധരിച്ച് ജെൻസൺ ഡെത്ത് റേസിൽ പങ്കെടുക്കാനായി പോവുകയാണ്. ടെർമിനൽ ഐലൻഡ് ജയിലിലെ വർക്ക്ഷോപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഡെത്ത് റേസിന് വേണ്ടിയുള്ള കാർ ബിൽഡ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും എല്ലാം ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഫ്രാങ്കിന്റെ കാർ ബിൽഡ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. കോച്ച് എന്നാണ് അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഹെന്നസി മാഡം കോച്ചിന്റെ അടുത്തേക്ക് ജെൻസനെ കൂട്ടിച്ചെല്ലുകയാണ്. ജെൻസനെ കണ്ടപ്പോൾ തന്നെ കോച്ചിന് മനസ്സിലായി ഇവനായിരിക്കും ഫ്രാങ്കിന്റെ മാസ്ക് ധരിച്ച് ഈ വരാൻ പോകുന്ന ഡെത്ത് റേസിൽ പങ്കെടുക്കുന്നത് എന്ന്. സോ ഈ ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കിനെ പോലെ വേണം ജെൻസൺ പെരുമാറാൻ. മറ്റുള്ളവർ ആരും അറിയാൻ പാടില്ല ജെൻസൺ ആണ് ഫ്രാങ്കിന് പകരം റേസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന്. സോ അവര് റേസിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന കാർ ജെൻസൺ കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു ഫോർഡ് മസ്റ്റാങ് മോഡിഫൈ ചെയ്ത കാറാണ്. ഈ കാറിൽ അവര് വരുത്തിയ കസ്റ്റമൈസേഷൻ എല്ലാം ജെൻസന് ഇഷ്ടപ്പെട്ടെങ്കിലും ജെൻസന് അവന് വേണ്ടുന്ന ചില കാര്യങ്ങളും കോച്ചിനോട് പറയുകയാണ്. അപ്പോൾ ജെൻസൺ പറഞ്ഞതുപോലുള്ള മാറ്റങ്ങൾ കാറിൽ കൊണ്ടുവരാൻ കോച്ച് തയ്യാറായിട്ടുമുണ്ട്. കാറിന്റെ മുന്നിലായിട്ട് തന്നെ മെഷീൻ ഗൺ ഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ബുള്ളറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അത് റേസ് നടക്കുന്ന ദിവസം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് കോച്ച് പറയുകയാണ്. ഈ സമയം ജെൻസൺ ഒരു കാര്യം കോച്ചിനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഡെത്ത് റേസ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ കാറുമായി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടാ? അപ്പോൾ കോച്ച് പറയാണ്, നീ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാകും. ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരേ ഒരു പാലം മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിലോ ഒരു
ഒരുപാട് ഗാർഡ്സ് ആണ് കാവൽ നിൽക്കുന്നത്. അതുകൊണ്ട് നീ മനസ്സിൽ കാണുന്നത് എന്താണോ അത് അസാധ്യമായ കാര്യമാണ്. ഇവന്റെ പേര് ജോയ് എന്നാണ്. മെഷീൻ ഗൺ ജോ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. മെഷീൻ ഗൺ ജോയ് ആണ് ഫ്രാങ്കിന്റെ ഏറ്റവും വലിയ എതിരാളി. അപ്പോൾ മെഷീൻ ഗൺ ജോ ഇവിടെ കോച്ചിന്റെ അടുത്ത് വന്ന് വെല്ലുവിളിക്കുകയാണ്. തന്റെ ഫ്രാങ്കിനെ ഈ ഡെത്ത് റേസിൽ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയും. ഈ റേസ് എന്റേതാണ്. വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ജോയ്ക്ക് അറിയത്തില്ല ഫ്രാങ്ക് ഓൾറെഡി മരണപ്പെട്ടു. ഫ്രാങ്കിന് പകരം ജെൻസൺ ആണ് റേസ് ചെയ്യുന്നത് എന്ന്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. സോ ഇന്നാണ് ഡെത്ത് റേസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡെത്ത് റേസ് സ്റ്റേജ് 1 ആണ് നടക്കുന്നത്. ഹെനസി ജെൻസന് ഫ്രാങ്കിന്റെ മാസ്ക് നൽകി അതേപോലെ ഫ്രാങ്ക് ധരിച്ചിരുന്ന മോതിരവും ഹെനസി ജെൻസന് നൽകിയിട്ടുണ്ട്. സോ ഇവിടെ റേസിനായി ഫ്രാങ്ക് പോകുമ്പോൾ എല്ലാവരും ഫ്രാങ്കൻസ്റ്റൈൻ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ് ചീർ ചെയ്യുന്നുണ്ട്. കാറിൽ കയറുന്നതിന് മുൻപായിട്ട് കോച്ച് ജെൻസണ് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് മറ്റുള്ള ഡ്രൈവേഴ്സിനോട് അധികം സംസാരിക്കാൻ നിൽക്കരുത്. കാരണം ഫ്രാങ്ക് അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന ആളല്ല. അതേപോലെ കാറിന്റെ അകത്തുനിന്ന് നിനക്ക് മാസ്ക് അയക്കാം. കാരണം പുറത്തുനിന്ന് കാറിന്റെ അകത്ത് കാണാൻ സാധിക്കില്ല. സോ ഇവിടെ ഫീമെയിൽ പ്രിസൺ ബസ് വന്നതായി കാണാം. ആ ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് അതിസുന്ദരിമാരായ ജയിൽ പുള്ളികളാണ്. സോ ഇതാണ് നമ്മുടെ കഥാനായിക കാസി. ഇവരൊക്കെ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ ഡെത്ത് റേസിലെ ഡ്രൈവേഴ്സിന്റെ കോ ഡ്രൈവർ ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ജെൻസന്റെ കോ ഡ്രൈവർ ആണ് കാസി. കാസി വണ്ടിയിൽ കയറി ഡോർ അടച്ചതിനു ശേഷം ജെൻസൺ ഫ്രാങ്കിന്റെ മാസ്ക് അയക്കുകയാണ്. ജെൻസനെ കണ്ടപ്പോൾ തന്നെ കാസിക്ക് ചെറിയ ഇഷ്ടം തോന്നിയിട്ടുമുണ്ട്. നീ എന്തിനാണ് ജയിലിലായത് എന്ന് കാസിയോട് ജെൻസൺ ചോദിച്ചപ്പോൾ ക്രൂരനായ സ്വന്തം ഭർത്താവിനെ കൊന്നതിനാണ് കാസി ജയിലിലായത്. അങ്ങനെ ഫൈനലി ഡെത്ത് റേസിന്റെ സ്റ്റേജ് 1 മത്സരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മരണ റേസ് ലൈവായിട്ട് 45 മില്യൺസിലധികം ആൾക്കാരാണ് കാണുന്നത്. അതിൽ ഭൂരിഭാഗം പേരും ഫ്രാങ്കിന്റെ ആരാധകർ തന്നെയാണ്. ഈ റേസിലാണെങ്കിൽ മെഷീൻ ഗൺ ജോ നിരന്തരമായിട്ട് ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഫ്രാങ്കിനെ ആദ്യം ഇല്ലാതെയാക്കണം. കാരണം അവനാണ് ഏറ്റവും മികച്ച ഡ്രൈവർ എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഫ്രാങ്കിനെ കൊല്ലാനായിട്ട് നിരന്തരമായിട്ട് മെഷീൻ ഗൺ ജോ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ കോച്ച് പല നിർദ്ദേശങ്ങൾ ജെൻസണ് നൽകുന്നുണ്ടെങ്കിലും ജെൻസൺ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൻ അവന്റേതായ രീതിയിലാണ് കാർ ഓടിക്കുന്നത്. ഫ്രാങ്കിന്റെ അഗ്രസീവ് ഡ്രൈവിംഗ് സ്റ്റൈല് കണ്ട് കാസിക്കും നല്ല പേടിയാകുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ജെൻസൺ ആണ് ബുദ്ധിപരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് എന്ന്. പല ട്രാപ്സ് മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും കബളിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ജെൻസൺ അഥവാ ഫ്രാങ്ക് മുന്നേറി പോകുന്നത്. ഫ്രാങ്കിന്റെ മുന്നേറ്റം കാരണം ഡെത്ത് റേസ് കാണുന്ന വ്യൂവർഷിപ്പിൽ നല്ല വർധനവ് തന്നെ വന്നിട്ടുമുണ്ട്. 9 ഡ്രൈവേഴ്സ് ആണ് ഡെത്ത് റേസ് ആരംഭിക്കുമ്പോൾ ഉണ്ടായത്. എന്നാൽ സ്റ്റേജ് 1 അവസാനിക്കുമ്പോൾ അതിൽ നിന്ന് 3 ഡ്രൈവേഴ്സ് മരണപ്പെട്ടു. അതായത് ഇനി അടുത്ത ഡെത്ത് റേസ് സ്റ്റേജ് 2ലേക്ക് ബാക്കിയുള്ള 6 ഡ്രൈവേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഫ്രാങ്കിന്റെ കാറിന്റെ അടുത്തേ കൂടി പോകുന്ന പച്ചെങ്കോ എന്ന റഷ്യൻ ഗാങ്സ്റ്റർ കൈകൊണ്ട് വെടിവെക്കുന്ന ആംഗ്യം കാണിക്കുകയാണ്. അത് കണ്ടപ്പോൾ ജെൻസൺ ഷോക്കായി പോയി. തന്റെ ഭാര്യ കൊല്ലപ്പെട്ട ദിവസം തന്റെ ഭാര്യയെ കൊന്നവൻ ഇതേ ആംഗ്യം തന്നെയാണ് ജെൻസൺ കാണിച്ചത്. സ്റ്റേജ് 1 റേസ് അവസാനിച്ചതിനു ശേഷം ജെൻസൺ ഹെനസിയെ കാണാനായി ചെന്നു. അവൻ ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. തന്റെ ഭാര്യയെ കൊന്ന് തന്നെ ഈ ജയിലിലാക്കാൻ ട്രാപ്പ് ചെയ്തത് വേറെ ആരുമല്ല ഹെനസി തന്നെയാണ് എന്ന്. പക്ഷെ അവൻ അത് മനസ്സിലായത് അവൻ ഹെനസി മാഡത്തോട് പറഞ്ഞിട്ടില്ല. പകരം നാളത്തെ ഡെത്ത് റേസിൽ ഞാൻ കാർ ഡ്രൈവ് ചെയ്യത്തില്ല എന്ന് മാത്രമാണ് ജെൻസൺ പറഞ്ഞത്. അപ്പോൾ ഹെനസി ജെൻസന്റെ മകളുടെ ഫോട്ടോ കാണിക്കുകയാണ്. നിന്റെ മോളുടെ കൂടെ നിൽക്കുന്നയാളെ കണ്ടോ? അതാണ് അവളുടെ പുതിയ അച്ഛൻ. നീ ഈ റേസ് വിജയിച്ചാൽ നിനക്ക് നിന്റെ മോളെ തിരിച്ചു കിട്ടും. നീ റേസ് വിജയിച്ച് റിലീസ് ആവുമ്പോൾ നിന്റെ മോൾ എവിടെയാണുള്ളത് എന്ന ലൊക്കേഷൻ ഞാൻ തന്നെ നിനക്ക് നൽകും. ജെൻസൺ ഹെനസി മാഡത്തിന് മറുപടി ഒന്നും നൽകാതെ ആ ഫോട്ടോയും എടുത്തു പോവുകയാണ്. അയാളുടെ ഫോട്ടോ കീറിക്കളഞ്ഞ് തന്റെ മോളുടെ ഫോട്ടോ മാത്രം നോക്കി ജെൻസൺ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് കോച്ച് വന്നു. നീ നിന്റെ ഭാര്യയെ കൊന്ന കുറ്റത്തിനാണല്ലേ ജയിലിലായത്? എന്നാൽ എനിക്കറിയാം നീ അല്ല അത് ചെയ്തത് എന്ന്. അപ്പോൾ കോച്ചിനോട് എല്ലാ സത്യങ്ങളും ജെൻസൺ തുറന്നു പറയുകയാണ്. തന്റെ ഭാര്യയെ കൊന്നത് വേറെ ആരുമല്ല ഹെനസി മാഡമാണ്. പച്ചെങ്കോനെ വെച്ചാണ് അവർ എന്റെ ഭാര്യയെ കൊന്നത്. ഫ്രാങ്ക് എന്ന മികച്ച ഡ്രൈവറിന്റെ പകരക്കാരനാവാൻ വേണ്ടി നല്ലൊരു ഡ്രൈവറിനെ അവർക്ക് വേണം. അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു കള്ളക്കേസിൽ
ജെൻസനെ അവര് ഈ ജയിലിലാക്കിയത്. എന്റെ ഭാര്യയെ കൊന്നത് ആരൊക്കെയാണോ അവരോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്ന് ജെൻസൺ പറഞ്ഞപ്പോൾ നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് കോച്ച് പറയുകയാണ്. ഇവിടെ ജെൻസൺ കാറ് റിപ്പയർ ചെയ്യുമ്പോൾ പച്ചെങ്കോ എന്ന റഷ്യൻ ഗാങ്സ്റ്റർ ഒറ്റക്ക് നടന്നു പോകുന്നത് ജെൻസൺ കണ്ടു. പച്ചെങ്കോനെ കൊല്ലാൻ വേണ്ടി അവന്റെ പിന്നാലെ ജെൻസൺ ചെല്ലുകയാണ്. എന്നാൽ പച്ചെങ്കോന്റെ ഗാങ് അതിനു മുൻപ് തന്നെ ജെൻസനെ അറ്റാക്ക് ചെയ്തു. അവരാണ് ഇപ്പോൾ ജെൻസന്റെ കഴുത്ത് നെരിച്ച് കൊല്ലാനായി പോകുന്നത്. ജെൻസനെ കൊല്ലുന്നതിന് മുൻപായിട്ട് എല്ലാ സത്യങ്ങളും പച്ചെങ്കോ തന്നെ ജെൻസനോട് പറയുന്നുണ്ട്. അതേടാ, നിന്റെ ഭാര്യയെ കൊന്നത് ഹെനസി മാഡവും അൾറിച്ചും ഞാനും ചേർന്നാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ജെൻസണ് നല്ല ദേഷ്യം വന്നു. അങ്ങനെ പിന്നീട് ജെൻസൺ ആണെങ്കിൽ അവന്മാരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ആൻഡ് ഫൈനലി ജെൻസൺ പച്ചെങ്കോനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും ജെൻസന്റെ ഭാര്യയെ കൊല്ലാൻ കൂട്ടുനിന്ന അൾറിച്ച് എന്ന ജയിൽ ഓഫീസർ ജെൻസനെ ഷോക്ക് അടുപ്പിച്ച് താഴെ വീഴ്ത്തി. അടുത്ത ദിവസം അപ്പോൾ ഇന്നാണ് ഡെത്ത് റേസ് സ്റ്റേജ് 2 നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റേസിൽ നമ്മുടെ ജെൻസന്റെ ഒരേ ഒരു ഉദ്ദേശം അഥവാ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ ഭാര്യയെ കൊന്ന പച്ചെങ്കോനെ ഈ റേസിൽ കൊല്ലണം എന്നതാണ്. സ്റ്റേജ് 1 ആരംഭിക്കുമ്പോൾ 45 മില്യൺ വ്യൂവേഴ്സ് ആണെങ്കിൽ സ്റ്റേജ് 2 ആരംഭിക്കുമ്പോൾ 50 മില്യണിലധികം ആൾക്കാരാണ് റേസ് ലൈവായിട്ട് കാണുന്നത്. ഈ റേസ് തുടങ്ങുന്നതിന് മുൻപും പച്ചെങ്കോ ജെൻസനെ നോക്കി ഈ ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേസ് കാണുന്ന ഹെനസിക്കും അൾറിച്ചിനും ഒരു കാര്യം മനസ്സിലായി. ജെൻസൺ പോകുന്നത് പച്ചെങ്കോന്റെ പിന്നാലെയാണ്. ജെൻസന്റെ ഉദ്ദേശം പച്ചെങ്കോനെ കൊല്ലുക എന്നതാണ് എന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇവിടെ പച്ചെങ്കോയും ജെൻസനും അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരാ വെടിവെക്കുന്നത് കാണാം. എന്നാൽ ജെൻസൺ ബുദ്ധിപരമായി പച്ചെങ്കോന്റെ കാർ ക്രാഷ് ആക്കുകയാണ്. അപ്പോൾ ക്രാഷ് ആയ കാറിൽ നിന്ന് പരിക്കേറ്റ പച്ചെങ്കോ പുറത്തേക്ക് വന്നു. ജെൻസണും ഫ്രാങ്കിന്റെ മാസ്ക് ധരിച്ച് കാറിൽ നിന്ന് പുറത്തിറങ്ങി. പ്ലീസ് എന്നെ കൊല്ലല്ലേ എന്നൊക്കെ ജെൻസനോട് കരഞ്ഞുകൊണ്ട് പച്ചെങ്കോ പറയുന്നുണ്ടെങ്കിലും ജെൻസൺ കഴുത്ത് തിരിച്ച് പച്ചെങ്കോനെ കൊന്നുകളയുകയാണ്. അതിനുശേഷം ജെൻസൺ ദൂരെ നിൽക്കുന്ന അൾറിച്ചിനെയും ഹെനസി മാഡത്തിനെയും നോക്കുന്നതായി കാണാം. അതായത് ജെൻസന്റെ അടുത്ത ടാർഗറ്റ് അവര് രണ്ടുപേരും തന്നെയാണ്. സോ ഡെത്ത് റേസ് സ്റ്റേജ് 2 ആരംഭിക്കുമ്പോൾ 6 ഡ്രൈവേഴ്സ് ആണ് ഉണ്ടായത്. എന്നാൽ അതിൽ നിന്ന് 4 പേര് മരണപ്പെട്ടു. ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് ജെൻസൺ അഥവാ ഫ്രാങ്കും പിന്നെ മെഷീൻ ഗൺ ജോയും മാത്രമാണ്. ഇവര് തമ്മിലായിരിക്കും അടുത്ത ഫൈനൽ ഡെത്ത് റേസ് നടക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ജെൻസൺ കാർ റിപ്പയർ ചെയ്യുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ ജെൻസനെ കാണാനായി മെഷീൻ ഗൺ ജോ വന്നിട്ടുണ്ട്. അവൻ എന്നിട്ട് പറയാണ്, യഥാർത്ഥ ഫ്രാങ്ക് മരണപ്പെട്ടു അല്ലെ, നീയാണ് ഫ്രാങ്ക് എന്ന് എനിക്ക് മനസ്സിലായി. അതും പറഞ്ഞിട്ടാണ് മെഷീൻ ഗൺ ജോ അവിടുന്ന് പോകുന്നത്. സോ ഇവിടെ അൾറിച്ചും ഹെനസി മാഡവും ആണെങ്കിൽ ജെൻസനെ ഫൈനൽ റേസിൽ കൊന്നുകളയാനുള്ള കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനായി അൾറിച്ച് ജെൻസന്റെ കാറിന്റെ അടിയിൽ ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. റിമോട്ടിലെ ആക്ടിവേറ്റ് ചെയ്താലായിരിക്കും ജെൻസന്റെ കാറിന്റെ അടിയിൽ സെറ്റ് ചെയ്ത ഈ ബോംബ് പൊട്ടിത്തെറിക്കുക. സോ ഇവിടെ ജെൻസൺ ആണെങ്കിൽ അവന്റെ എതിരാളിയായ മെഷീൻ ഗൺ ജോയിനെ കാണാനായിട്ടാണ് ചെന്നത്. എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും കാര്യമായി എന്തോ രഹസ്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നാണ് ഫൈനൽ ഡെത്ത് റേസ് നടക്കുന്നത്. ഫ്രാങ്കൻസ്റ്റൈൻ വേഴ്സസ് മെഷീൻ ഗൺ ജോ. 70 മില്യൺ ആൾക്കാരാണ് ഈ ഫൈനൽ റേസ് ലൈവ് ആയിട്ട് കാണുന്നത്. സോ ഫൈനലി എല്ലാവരും കാത്തിരുന്ന ഫൈനൽ ഡെത്ത് റേസ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെയാണ് ഈ റേസ് കാണുന്നത്. പക്ഷെ ഈ റേസിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ജെൻസണും മെഷീൻ ഗൺ ജോയും ചെയ്യാനായിട്ട് പോകുന്നത്. അവരുടെ രണ്ടുപേരുടെയും റേസ് കണ്ടപ്പോൾ ഹെനസിക്കും ഓഫീസേഴ്സിനും ഒരു കാര്യം മനസ്സിലായി. ഇവര് രണ്ടുപേരും മത്സരിക്കുകയല്ല, പകരം ഒത്തു കളിക്കുകയാണ് എന്ന്. ജെൻസണും ജോയും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്കാണ് രണ്ടുപേരും കാർ ഓടിച്ചു പോകുന്നത്. അങ്ങനെ അവരെ രണ്ടുപേരെയും പിടികൂടാൻ വേണ്ടി ജയിലിലെ സകല ഓഫീസേഴ്സും പോലീസ് കാറുമായി അവരെ ചേസ് ചെയ്യുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജെൻസണും ജോയും എന്താണ് രഹസ്യമായി സംസാരിച്ചത് എന്ന്. അത് വേറൊന്നുമല്ല, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജയിൽ ചാടാനുള്ള പ്ലാൻ തന്നെയാണ്. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അവര് റേസ് വിജയിച്ചാലും അവർക്ക് ഈ ജയിലിൽ നിന്ന് മോചനം ലഭിക്കത്തില്ല. അതിനു മുൻപായിട്ട് തന്നെ ഹെനസി അവരെ കൊന്നുകളയുമെന്ന്. അതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇങ്ങനെയൊരു ജയിൽ എസ്കേപ്പ് പ്ലാൻ തയ്യാറാക്കിയത്. ജെൻസനെ കൊല്ലാൻ വേണ്ടി ഹെനസി ജെൻസന്റെ കാറിന്റെ അടിയിൽ അൾറിച്ച് സെറ്റ് ചെയ്ത ബോംബ് ആക്ടിവേറ്റ് ചെയ്തു. എന്നാൽ ആ ബോംബ് ഓൾറെഡി കോച്ച് കണ്ടെത്തി പുറത്തെടുത്തിട്ടുണ്ട്. സോ ഇവിടെ ജെൻസണും കേസിയും രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു പ്ലാൻ തയ്യാറാക്കി. 6 മാസങ്ങൾക്ക് ശേഷം കേസി എന്തായാലും ജയിലിൽ നിന്ന് റിലീസ് ആവും. അതുകൊണ്ട് കേസി ഇനി ഞാൻ കാർ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറയുകയാണ്. സോ കാറിൽ നിന്ന് പോലീസ് ആരും കാണാതെ
ജെൻസൺ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാങ്കിന്റെ മാസ്ക് ധരിച്ച് കാർ ഓടിക്കുന്നത് കേസിയാണ്. സോ ഫൈനലി പോലീസ് ഫ്രാങ്കിന്റെ കാർ വളഞ്ഞു നിർത്തിച്ചിട്ടുണ്ട്. കേസി പുറത്തു വന്നു. മാസ്ക് ധരിച്ചത് കൊണ്ട് പോലീസിന്റെ വിചാരം അത് ജെൻസൺ ആണ് എന്ന് തന്നെയാണ്. ഇവിടെ ജെൻസണും ജോയും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. പോലീസ് ജെൻസൺ ആണ് എന്ന് കരുതി കേസിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജെൻസണും ജോയും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ഹെനസിയെയും അൾറിച്ചിനെയും കൊല്ലാനാവാത്ത സങ്കടമാണ് ഇപ്പോൾ എനിക്ക് എന്ന് ജോയ് ജെൻസണോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ജെൻസൺ ചെറുതായി പുഞ്ചിരിക്കുന്നത് കാണാം. ഇവിടെ അൾറിച്ച് ആണെങ്കിൽ ഹെനസി മാഡത്തിന് ഒരു ബോക്സുമായി വന്നത് കാണാം. മാഡത്തിന് ആരോ അയച്ച ഒരു പാർസലാണ് ഇത് എന്നാണ് അൾറിച്ച് ഹെനസി മാഡത്തോട് പറഞ്ഞത്. ഹെനസി അത് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ അകത്തുള്ളത് വേറൊന്നുമല്ല, ഹെനസി അൾറിച്ചിനെ കൊണ്ട് ജെൻസണെ കൊല്ലാൻ വേണ്ടി കാറിന്റെ അടിയിൽ വെപ്പിച്ച ബോംബാണ് അത്. കോച്ച് റിമോട്ട് ക്ലിക്ക് ചെയ്ത് ബോംബ് ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ആ ബോംബ് പൊട്ടി അൾറിച്ചും ഹെനസിയും മരണപ്പെട്ടു. 6 മാസങ്ങൾക്ക് ശേഷം അങ്ങ് ദൂരെ മെക്സിക്കോയിൽ ജോയും ജെൻസണും ഒരുമിച്ച് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അപ്പോഴാണ് അവരുടെ വർക്ക്ഷോപ്പിൽ ഒരു കാർ വളരെ വേഗത്തിൽ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തു വന്നത്. അതിൽ ആരാണ് വന്നത് എന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. ആൻഡ് അത് വേറെ ആരുമല്ല, ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാസിയാണ്. ഫൈനലി കാസിയും ജെൻസണും ഒന്നിക്കുകയാണ്. അതേപോലെ ജെൻസന്റെ മകളും അവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.